ശ്രീ ജോർജ് മുടിപ്പാറ, അതായത് ഈ തരൂർ ഇപ്പോൾ വിമർശിക്കുന്നത് ആരെയാണ്? കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതരെന്ന് അവർ വിശ്വസിക്കുന്നവരെ, ഇന്ദിരാഗാന്ധിയെ, സഞ്ജയ് ഗാന്ധിയെ, അതിലൂടെ രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ ഒക്കെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുപടി എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നൊക്കെയോ ചില മറുപടികൾ വരുന്നു എന്നല്ലാതെ ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റി അംഗമായി നിലനിൽക്കുന്ന, ഒരു ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെ മാറി നടക്കുന്ന ഒരാളാണ് ശശി തരൂർ. എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് ഒരു ചെറുവിരൽ അനക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല? വൈകിയില്ലേ? അതായത് ഇപ്പൊ കൃഷ്ണരാജ് ശശി തരൂരിനെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ഈ കോൺഗ്രസ് പാർട്ടി അങ്ങ് ഇല്ലാതാകുന്നൊക്കെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഒരു അർത്ഥമില്ല. അത്ര അനിവാര്യതയൊന്നും അല്ല ഈ ശശി തരൂർ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ട്, ഒരു എന്താ പറയാ, ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു പാൻ വേൾഡ് പ്രതിച്ഛായുണ്ട്, പാൻ ഇന്ത്യൻ പ്രതിച്ഛായുണ്ട്, ഒക്കെ ശരി. പക്ഷേ കോൺഗ്രസ് നിലനിൽക്കുന്നതും കോൺഗ്രസ് എത്രത്തോളം ആയതും ഒക്കെ ഈ ശശി തരൂരിനെ കൊണ്ടാണ് എന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹം എത്രത്തോളം ആയത് കോൺഗ്രസിനെ കൊണ്ടാണ് എന്ന് പറയുന്നതാണ് സത്യം. കാരണം ഇത്രയൊക്കെ കഴിവുള്ള, ഇത്രയൊക്കെ ബ്രാൻഡ് വാല്യൂ ഉള്ള, ഇത്രയെല്ലാം മഹാരഥനായ ഒരു മനുഷ്യനെ അന്ന് അവിടെ തോറ്റു കഴിഞ്ഞ് എങ്ങും അല്ലാതെ ആയി മടങ്ങി വന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാനും അദ്ദേഹത്തെ സ്വീകരിക്കാനും മാന്യമായൊരു പൊസിഷൻ കൊടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഈ പറഞ്ഞ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അതുവരെ അമേരിക്കയിൽ അവിടെ UN അണ്ടർ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുള്ള ആ ഒരു ഇതിനൊക്കെ അപ്പുറത്ത് എത്രയോ വലിപ്പം അദ്ദേഹത്തിന് ഈ ഒരു പദവി കൊണ്ട് കിട്ടി. കോൺഗ്രസ് കൊടുത്ത വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം മാത്രമല്ല, അത് ശശി തരൂരിനെ പോലെ ഒരാളുടെ കയ്യിലാവുമ്പോൾ ആ സഹമന്ത്രി സ്ഥാനത്തിന് ഒരുപാട് വാല്യൂ കൂടുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ നേരത്തെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, അദ്ദേഹം സ്വതന്ത്രമായിട്ട് പറക്കുന്നു, അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരു കളറയിൽ ഒതുക്കാൻ പറ്റില്ല. ഏത് പാർട്ടിയുടെ ആണെങ്കിലും ആ ഒരു ചതുരത്തിൽ മാത്രം ഒതുങ്ങുന്ന അത്രയും ഇങ്ങനെ എന്താ പറയാ, വല്ലാത്ത ഒരു അച്ചടക്കം പാലിക്കുന്ന ഒരു വ്യക്തി അല്ല ശശി തരൂർ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനെ പോലെ അല്ലെങ്കിൽ ഒരു ശരാശരി നേതാവിനെ പോലെ ഇത്രയൊന്നും എഴുതുകയും പറയുകയും അന്താരാഷ്ട്ര വേദികളിൽ സംസാരിക്കുകയും സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് അല്ലെങ്കിൽ സ്ഥിരം പ്രസംഗകനായി പോവുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയേണ്ടി വരും. അത് ചിലപ്പോൾ സ്വന്തം പാർട്ടിക്ക് വിരുദ്ധമായിട്ട് പോലും വന്നേക്കാം. അടിയന്തരാവസ്ഥ പോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിലപ്പോ അത് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് പറയേണ്ടി വരും. പക്ഷെ ഒരു ലേഖനം അത്രയൊന്നും ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിൽ പാർട്ടിയെ, അതും പാർട്ടിയെ നിരന്തരം വിഷമവൃത്തത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയോടുള്ള നിലപാട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പാർട്ടിയോടാണോ അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണോ ചോറ് എവിടെയും കൂറ് അവിടെയാണെന്നുള്ള ആ ഒരു അവസ്ഥയാണോ എന്ന് ഈ ഇന്ത്യ മുഴുവൻ സംശയിക്കുന്ന, ആഗോളതലത്തിൽ തന്നെ സംശയം ഉണരുന്ന ഒരു ഘട്ടത്തിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് അദ്ദേഹം എഴുതാനായിരുന്നെങ്കിൽ, അത്രയും സത്യസന്ധനും ആർജവും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടില്ലല്ലോ ഈ രീതിയിൽ. എന്താ, അദ്ദേഹം അടിയന്തരാവസ്ഥയെ കുറിച്ച് അറിയാത്ത ഒരാളാണ്. ഈ ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ ഒരു ഇരുണ്ട കാലം. ഇത് കോൺഗ്രസിനകത്ത് തന്നെ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് തന്നെ അടിയന്തരാവസ്ഥ തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ ആ കാലത്ത് നടന്ന എന്താ പറയാ നൃശംസതകളെ കുറിച്ച് അവർ തന്നെ ഒരു കുമ്പസാരം പോലെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരു തെറ്റായ നടപടി എന്ന് തന്നെയാണ്. കോൺഗ്രസ് ആ ഒരു പ്രത്യേക സമയത്ത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഒരു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ അങ്ങനെ ഒരു കളങ്കം അവരുടെ ദേഹത്തില്ലായിരുന്നെങ്കിൽ, അവർക്കില്ലായിരുന്നെങ്കിൽ എന്ന് പലവട്ടം നമ്മൾ ആലോചിച്ചു പോയിട്ടില്ലേ? അത്രയും പ്രഗത്ഭയായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ ഈ അടിയന്തരാവസ്ഥയുടെ കളങ്കം അവരുടെ യശോധാവല്യത്തെ എത്രമാത്രം കുറച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അത് ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഞാനൊരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാനതിനെ പറയുന്നു. അതായത് സെൻസർഷിപ്പിന്റെ കാലമാണ്. ഒരു പത്രം പോലും ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ വല്ലാതെ നിഷേധിക്കപ്പെട്ടൊരു കാലമാണ്. പത്രം അച്ചടിച്ചിട്ട് ഈ സെൻസർമാരെ ഏൽപ്പിച്ച് കറുത്ത മഷി പുരട്ടിയിട്ട് വീണ്ടും ആ പത്രത്തിൽ അതുവരെ അച്ചടിച്ചതൊക്കെ കളഞ്ഞിട്ട് പുതുതായിട്ട് അടിക്കേണ്ടി വന്ന ഒരു കാലമൊക്കെ നമുക്കറിയാം. പല പത്രങ്ങളും അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസവും ഒക്കെ എഡിറ്റോറിയൽ, 1ാം പേജിൽ എഡിറ്റോറിയൽ ബ്ലാങ്ക് സ്പേസ് ആയിട്ടിട്ട കഥയൊക്കെ നമുക്കറിയാം.
അതത്ര അടിയന്തരാവസ്ഥ തീർച്ചയായിട്ടും ഒരു നല്ല സംഗതി ആയിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവരാരും അതിനെ അംഗീകരിക്കുന്നുമില്ല. പക്ഷേ ശശി തരൂരിനെ പോലെ ഒരാള് 10-25 വർഷമായിട്ട് 4 തവണ കോൺഗ്രസിന്റെ ലെവലിൽ MP ആയി കഴിഞ്ഞിട്ട് ഇപ്പോ ഈ 40-ാം മണിക്കൂറിലാണോ അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥ ഒരു പാപമാണെന്നും അത് കോൺഗ്രസ്സുകാർ ചെയ്ത മഹാ തെറ്റാണെന്നും ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായിരുന്നു എന്നൊക്കെ കാണാൻ അദ്ദേഹത്തിന് ഇപ്പോഴാണോ ഈ ബോധം തെളിയുന്നത്? അതെന്ത് ബോധോദയ അത്? അല്ല, അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായെങ്കിൽ അന്നത്തെ BJP-യുടെ ഇന്ത്യ അല്ല ഇന്നത്തെ മോദിയുടെ ഇന്ത്യ എന്ന് വരെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് പിടിച്ച് പുറത്താക്കുന്നില്ലെന്നേ? അല്ല, ഈ BJP-യുടെ കാറ്റ് കൊള്ളുമ്പോ അല്ലെങ്കിൽ BJP കൊടുക്കുന്ന ഓഫറുകൾ മനസ്സിലിട്ട് താലോലിച്ച് ഒരു വല്ലാത്തൊരു സുഖമുണ്ടല്ലോ. ആ ഓഫറുകൾ യാഥാർത്ഥ്യമായാലുള്ള ആ ഒരു ദിവാസ്വപ്നത്തിന്റെ അല്ലെങ്കിൽ ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ വല്ലാതെ അങ്ങ് കുളിരുമ്പോ ഈ അടിയന്തരാവസ്ഥയെ കുറിച്ചൊക്കെ ഓർമ്മ വരും. എഴുതാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് എഴുതുകയാണ്. അതിപ്പോ ശശി തരൂർ പറഞ്ഞറിഞ്ഞിട്ട് വേണ്ട, അതിനും അദ്ദേഹത്തിന്റെ വലിയ ത്യാഗമൊന്നുമില്ല. അന്ന് ത്യാഗം ചെയ്ത വേറെ ഒരുപാട് പേരുണ്ട്. ഈ ജയിലിൽ പോയവരും അതിന്റെ പേരിൽ മർദ്ദനം ഏറ്റുവാങ്ങിയവരും അതിന്റെ പേരിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടവരൊക്കെ ഒരുപാടുണ്ട്. അന്നും ശശി തരൂർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ പറഞ്ഞ അതിന്റെ ഒന്നും ഒരു കെടുതി അനുഭവിക്കാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ പോലും എനിക്ക് സംശയമുണ്ട്. ഞാൻ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ വളരെ നന്നായി എന്നൊക്കെ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ വളരെയേറെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. 1-2 വാക്ക് ഈ പറഞ്ഞ അദ്ദേഹത്തോട് എനിക്ക് പറയാനുണ്ട്. BJP-യുടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉല്ലാസ് ബാബുവിനോട് ഇപ്പൊ കുറച്ച് നാളായിട്ട് കേട്ട് കഴിഞ്ഞാൽ പല ചർച്ചകളിലും BJP-യും അതുപോലെ തന്നെ CPM-ഉം ഒക്കെ തള്ളിമറിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ നിന്ന് വരുന്നവരെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലായിരുന്നു. CPM 2ാം വട്ടം ഇപ്പൊ ഈ 2 ടൈമില് CPM വരുന്നവരെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമില്ലായിരുന്നു. ഇത് രണ്ടും പരശുരാമൻ മഴ പറഞ്ഞ് നേടിയതല്ല. CPM എവിടുന്നോ കണ്ടെത്തിക്കൊണ്ടുവന്ന ഒരു കേരളവും BJP ഒന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തെ. 1991 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തില് ആ ഉദാരവൽക്കരണം അതുപോലെ തന്നെ ആഗോളീകരണം പുതിയ പുത്തൻ സാമ്പത്തിക നയത്തിന് കീഴിൽ കോൺഗ്രസ് മൻമോഹൻ സിംഗും നരസിംഹറാവു അതിനുശേഷം വന്ന പ്രധാനമന്ത്രിമാരും കൂടെ വളർത്തിയെടുത്ത അന്ന് ഈ പറഞ്ഞ പോലെ ദേശീയ അതായത് വിലക്കയറ്റമൊക്കെ എത്ര ശതമാനത്തിൽ 4%, 3%, അതുപോലെ തന്നെ വളർച്ചാ നിരക്ക് 7%, 8%, 9% ഒക്കെ വളർന്നൊരു കാലഘട്ടത്തിന്റെ കണ്ടിന്യൂവേഷനല്ലേ നരേന്ദ്രമോദിയുടേത്? വെറും 2-3 ബ്രാൻഡ് ഉണ്ടായിരുന്ന ഒരു ടെലിഫോൺ കണക്ഷന്റെ 2 വർഷമോ 3 വർഷമോ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ഇന്ത്യയിൽ നിന്ന് ഇന്നീ കാണുന്ന ഇന്ത്യയിലേക്കുള്ള മാറ്റം, ഈ വിപ്ലവം, അന്ന് സാമ്പത്രോദ എന്ന് പറയുന്ന ആളുടെ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ വിപ്ലവത്തിന് ഈ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെയുള്ള വിപ്ലവത്തിന്റെ സാധ്യതകൾ രാജീവ് ഗാന്ധിയായിട്ട് ആലോചിച്ച് ചെയ്തപ്പോ അദ്ദേഹത്തെയൊക്കെ ഇന്ത്യയിൽ നിന്ന് നാട് വിട്ടു പോകേണ്ട സ്ഥിതി വന്നില്ലേ? അങ്ങനെ ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചതിന് കോൺഗ്രസിന് മൻമോഹൻ സിംഗിനൊന്നും ഒരു പങ്കുമില്ല. അത് ഞങ്ങളുടെ മാത്രമാണെന്ന് പറയാം. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ